മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഉമ്മാക്ക് മാസി ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും എഫേർട്ട് എടുത്തിട്ടെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറായിട്ടുള്ളത് കുറച്ച് ഇയറിംഗ്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഞാൻ കൂടുതലും യൂസ് ചെയ്യാറായിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിംഗ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് വരുന്ന കാരണം ഞാനൊരു ബോക്സിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഒരു സ്വീറ്റിന്റെ കണ്ടെയ്നർ ആണ്, അപ്പൊ അതിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ള ഈ ഇയറിംഗ് ആണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഫാൻസി ടൈപ്പ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആണ് ഇത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് സിൽവർ കളറും ഇതുപോലെ തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വലിയ ഇയറിംഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവും. ഇത് എല്ലാ ഡ്രസ്സിനും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയൊരു ഇയറിംഗ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇയറിംഗ് കണ്ടു നോക്കാം. അപ്പൊ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ആന്റി ഗോൾഡ് കളർ ഇയറിംഗ് ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്ര വെയിറ്റ് ഒന്നുമില്ല, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതൊരു സ്റ്റോൺ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാണുന്നുണ്ടാവും, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. വെസ്റ്റേൺ ഡ്രസ്സസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ ഏകദേശം എല്ലാ ഇയറിംഗ്സും വാങ്ങിച്ചിട്ടുള്ളത് ഒരേ വെബ്സൈറ്റിൽ തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ഇയറിംഗ് കാണിക്കുന്നത്. സെക്കൻഡ് ഇയറിംഗ് കാണിച്ചിട്ടുള്ളത് നമുക്കിനി തേർഡ് ഇയറിംഗ് കണ്ടോ. തേർഡ് വൺ ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല ലെങ്ത്തിൽ ഇയറിംഗ്സ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇയറിംഗ് ആണ്. റോസ് ഗോൾഡ് കളർ ഇയറിംഗ് ആണ്. ഒരു ഫ്രെയിമിൽ സ്റ്റോൺ കൊടുത്തിട്ട് വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതും വെസ്റ്റേൺ ഡ്രസ്സസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു സ്റ്റാൻഡേർഡ് ഇയറിംഗ് ആണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഇയറിംഗ് ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് ഇയറിംഗും ഇതേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു സിൽവർ കളർ ഇയറിംഗ് ആണ്. ഒരു ജുംക്കിയാണ്. ഇത് സ്കേർട്ടിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന്റെ സ്റ്റഡ് വരുന്നത് ഒരു പീകോക്ക് സ്റ്റഡ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല കുർത്തിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല ലെങ്ത് ഉള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. അതെല്ലാം കൂടെ ഇടാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആയിരിക്കും. പിന്നെ എന്തായാലും നെക്സ്റ്റ് ഇയറിംഗ് കാണാം. നെക്സ്റ്റ് ഇയറിംഗ് ഇതാണ്. ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ട അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. ഇത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഇതിന്റെ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത് നന്നായിട്ട് ബ്രൈറ്റ് ആയിരുന്നു ഞാൻ കണ്ട ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഴപ്പമില്ല, ഈ ഒരു ഇയറിംഗ് നമുക്ക് കുറേ വേല് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ ചെറിയൊരു പീസ് അല്ലെങ്കിൽ ആ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ക്ലോത്ത്സ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വേറെ ഏതെങ്കിലും ഫ്ലവേഴ്സ് നമുക്ക് ഇടാം, ഒറിജിനൽ ഫ്ലവേഴ്സ് ഇടാം. അങ്ങനെ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ റിംഗ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഇതാണ്. ഇത് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്തൊരു ഇയറിംഗ് ആണ്. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജുംക്കിയാണ്. ഒരു ചെറിയ പണ്ടൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ജുംക്കിയാണ്, കുട്ടി ജുംക്കിയാണ്. ഒരു സിൽവർ കളറിലുള്ള ഒരു ജുംക്കിയാണ്. ഇതും നല്ല സാരീൻ്റെ കൂടെ അതേപോലെ തന്നെ സ്കേർട്ടൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റിയൊരു ജുംക്കിയാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ജുംക്കി തന്നെയാണ്. ഇതൊരു ബ്ലാക്ക് കളറും അതേപോലെ തന്നെ സിൽവർ കളറും കൂടെ വരുന്ന ഒരു ജുംക്കിയാണ്. ഇത് കുർത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ ഷർട്ടുകൊക്കെ മാച്ച് ചെയ്യാൻ പറ്റിയൊരു ജുംക്കിയാണ്. അടിയിൽ ബീഡ്സ് വരുന്ന ഒരു ജുംക്കിയാണ്. നല്ല ഭംഗിയുള്ളൊരു ജുംക്കിയും കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഇയറിംഗ് കളക്ഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ജുംക്കയാണ്, ഏത് ഇയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ഡൗൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.